വിഭൂതി തിങ്കൾ ചാരം പൂശുകയാണ്. കുരിശടയാളം നെറ്റിയിൽ പതിച്ച് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും നൂനം എന്ന സത്യത്തെ ഓർമ്മിപ്പിച്ച് നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നെറ്റിയിൽ ചാരം പൂശി 2 സത്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഈ വിഭൂതി തിങ്കൾ. ഒന്നാമത്തത് നമ്മുടെ നിസ്സാരതയെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ നശ്വരതയെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന സത്യം. രണ്ടാമത്തത് അനുദപിച്ച് സുവിശേഷത്തിലേക്ക് വരാൻ നമ്മെ ക്ഷണിക്കുകയാണ്. നോമ്പിൻ്റെ ആരംഭ ദിനം തന്നെ ഈ നശ്വരതയെ ഓർമ്മിപ്പിച്ച് അനുതാപത്തിൻ്റെ ആഹ്വാനം നമുക്ക് നൽകുകയാണ്. ഈ ദിവസം രാവിലെ പള്ളിയിൽ പോകുന്നു, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, നെറ്റിയിൽ ചാരം പൂശുന്നു, കുരിശടയാളം വരച്ചിടുന്നു. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതൊരു ദുഃഖത്തിൻ്റെ ഉപവാസവും കൂടെ ആകുമ്പോഴേക്കും ഇതൊരു ദുഃഖത്തിൻ്റെ ദിവസമാണെന്ന് വിചാരിക്കരുത്. This is not a day of sadness. This is not a day of sadness, but the day of truth. ഇത് സങ്കടത്തിൻ്റെ ദിവസമല്ല, ഇത് ദുഃഖത്തിൻ്റെ ദിവസമല്ല, ഇത് സത്യത്തിൻ്റെ ദിവസമാണ്. സത്യം പ്രഘോഷിക്കപ്പെടുകയാണ്. അതായത് ഇല്യൂഷൻസ്, മായ മാഞ്ഞു പോവുകയും യാഥാർത്ഥ്യം പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. ഇത്രയേ ഉള്ളൂ നമ്മൾ. ഇതാണ് നേര്, ഇതാണ് സത്യം എന്ന് വിളിച്ചു പറയുന്ന ദിവസം. സൗമായിലേക്ക്, സൗമാറംഭയാണ് സുറിയാനി മക്കൾക്ക് ഈ നോമ്പ് കാലം. സൗമായിലേക്ക്, നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, ദാനധർമ്മത്തിൻ്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവ് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമുക്ക് സമയം തരിക, അനുതാപത്തിന് സമയം തരുന്ന, നമ്മുടെ അനുതാപം അർത്ഥവത്താകുന്നത്, our repentance becomes meaningful because our God is merciful. നമ്മുടെ അനുതാപത്തിന് അർത്ഥമുള്ളത് നമ്മുടെ ദൈവം കരുണാമയനായതുകൊണ്ടാണ്. അപ്പോൾ ഈ നോമ്പ് കാലം ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ത്രെറ്റ്. ഇത് ഭയപ്പെടുത്തുന്ന കാലമല്ല. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ത്രെറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഓപ്പർച്യൂണിറ്റി. ഇതൊരു അവസരമാണ്. കർത്താവ് കരുണ കാണിക്കുകയാണ്. അധികാരമുള്ള, ശിക്ഷിക്കാൻ ശക്തിയുള്ള, നീതിമാനായ ദൈവം നമുക്ക് വീണ്ടും ഒരു അവസരം നൽകുന്ന നേരമാണ് ഈ നോമ്പ് കാലമെന്ന് തിരിച്ചറിയുക. ഗോഡ് ഡിലേസ് ജഡ്ജ്മെന്റ്. അവൻ വിധി വൈകിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ നോമ്പ് കാലത്തെ മനസ്സിലാക്കേണ്ടത്. അവൻ വിധി വൈകിക്കുകയാണ്. എന്തിന്? നമ്മുടെ ഹൃദയങ്ങൾ അവനിലേക്ക് തിരിയാൻ സമയം തരിക. നെറ്റിയിൽ വരച്ചിടുന്ന കുരിശ് അത് ആത്മാവിൽ പതിയട്ടെ, അത് ഹൃദയവിചാരങ്ങളിൽ അത് പതിയട്ടെ. ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല വ്യാപാരങ്ങളിലും അത് വന്ന് പതിയട്ടെ.